പിണറായി 3.0 ലോഡിംഗ് എന്നാണ് CPM വിശ്വസിക്കുന്നത്. ഈ അധ്യക്ഷ പ്രസംഗത്തിൽ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതും മൂന്നാം പിണറായി സർക്കാരിനുള്ള അരങ്ങൊരുക്കത്തെക്കുറിച്ചാണ്. അങ്ങനെ അടുത്ത തവണയും അധികാരത്തിലെത്തും എന്ന് കരുതാൻ തക്കവണ്ണമുള്ള കോൺഫിഡൻസ് ഈ സമ്മേളനം CPM നൽകിയിട്ടുണ്ടോ? എന്താണ് കോൺഗ്രസിന് തോന്നുന്നത്? ശ്രീ അഭിലാഷ്, ഒരു പാർട്ടിയുടെ സമ്മേളനം കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ഭരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ സമ്മേളനത്തിനകത്ത് ആ പാർട്ടിയുടെ സെക്രട്ടറിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ, ഞങ്ങൾ ഭരിക്കില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭരണം കിട്ടില്ല എന്ന് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമെന്ന് ഏതെങ്കിലും ഒരു പാർട്ടി സെക്രട്ടറിക്കോ പാർട്ടിയുടെ മുഖ്യമന്ത്രിക്കോ പറയാൻ സാധിക്കില്ലല്ലോ. സ്വാഭാവികമായും ആ തരത്തിലുള്ള ആത്മവിശ്വാസം മാത്രമാണ് പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഈ ഗവൺമെൻറ്റിനെ എങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് വന്നാൽ ആ ഗവൺമെൻറ്റിൻ്റെ ഭരണം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിലാണ് പാർട്ടിയുടെ സമ്മേളനം നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തീക്ഷ്ണമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ നിന്ന് മുഖം തിരിയുന്നതിന് വേണ്ടി പുതിയ ഗിമ്മിക്കുകളുമായി ഇറങ്ങിയിരിക്കുകയാണ്. രേഖ, ഒരു പുതിയ നവകേരള രേഖ എന്നൊക്കെ പറഞ്ഞ ഒരു അവസരവാദ രേഖയുമായി അവർ വരികയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥത്തിൽ പോലും ചർച്ച ചെയ്യപ്പെടാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവർ ചർച്ച ചെയ്യപ്പെട്ടതെന്ന് നമ്മുടെ മുമ്പിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതായാലും ഇത്തരത്തിൽ ഒരു അവസരവാദ നിലപാട് എടുത്ത് കേരളത്തിൻ്റെ വികസന രംഗത്തെ 25 വർഷക്കാലം പിറകോട്ട് നയിച്ചൊരു പാർട്ടി അത് CPM ആണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ട്യൂബ് ലൈറ്റ് പോലെയാണ്, ഞങ്ങൾക്ക് പല ചർച്ചയിലൊക്കെ പറയുന്നത് പോലെ ട്യൂബ് ലൈറ്റ് പോലെയാണ്. പെട്ടെന്നൊന്നും ഇവർക്ക് കത്തില്ല, കുറച്ച് സമയം കഴിഞ്ഞാൽ മാത്രമേ കത്തൂ. അതാണ് പല വിഷയത്തിനകത്തും ഇവരെടുത്ത നിലപാടുകൾ അത് തിരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നു. കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഛർദ്ദിച്ചത് വാരി തിന്നാൻ ഒരു മടിയില്ലാത്ത ഒരു പാർട്ടിയാണ് CPM എന്നുള്ളതാണ്. അതിനകത്ത് ഒരു മടിയും കാണിക്കാതെ അത് വാരി തിന്നും. കാരണം പുതിയ നയങ്ങൾ പ്രഖ്യാപിക്കാൻ പോകും. എന്താ നയങ്ങൾ? ഇവരുടെ നയമെന്താ? കേരളത്തിൻ്റെ അകത്ത് ഇതുപോലെ വികസന കാഴ്ചപ്പാടോടുകൂടി കേരളത്തിലെ UDF ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള ഗവൺമെൻറ് കൊണ്ടുവന്ന നയങ്ങളെല്ലാം തകർത്ത് അവസാനിപ്പിച്ചതിൻ്റെ ദുരന്തം ഇന്ന് പേറുകയാണ്. ആ ദുരന്തത്തിൽ നിന്നാണ് ഇപ്പോൾ ഒരു നയം മാറ്റണമെന്ന് അവർ ആഗ്രഹിക്കുന്നത്. അന്ന് ഇവർ ആ നിലപാടെടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് കേരളം എത്രയോ മുന്നോട്ട് പോകുമായിരുന്നു എന്നുള്ള സമയത്ത് ഒരു ഇല്ലാത്തൊരു കാര്യമല്ലേ. ശ്രീ അഭിലാഷ് തന്നെ ഒരു ചർച്ചയിൽ പറയും, ഞാൻ കേട്ടിട്ടുണ്ട്, അതെ, നിങ്ങൾ തന്നെ യാത്ര ചെയ്യുമ്പോൾ കോഴിക്കോടേക്ക് യാത്രയിൽ മണിക്കൂറുകളോളം നിങ്ങൾ അവിടെ കുടുങ്ങിപ്പോയതിൻ്റെ അവസ്ഥ. അന്ന് എക്സ്പ്രസ് ഹൈവേ ഷേഖ് ആൻ്റണിയുടെ ഗവൺമെൻറ് അന്ന് ശ്രീ MK മുനീർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായപ്പോൾ കൊണ്ടുവന്ന ഒരു പദ്ധതിയായിരുന്നു, ആലോചിച്ച പദ്ധതിയായിരുന്നു. അതിനെതിരായി നടത്തിയ സമരങ്ങൾ എന്തെല്ലാം സമരങ്ങളായിരുന്നു, എന്തെല്ലാം തരത്തിൽ കിംവദന്തികളായിരുന്നു. പശുവിന് പുല്ല് തിന്നാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഈ നാട്ടിൻ്റെ മുമ്പിൽ നടത്തിയിട്ടുള്ള ഭീകരമായ പ്രചാരവേല സമരങ്ങളും അവർ നടത്തിക്കൊണ്ടല്ലേ ആ എക്സ്പ്രസ് ഹൈവേ അന്ന് തകർത്തത്. യഥാർത്ഥത്തിൽ അന്ന് ആ എക്സ്പ്രസ് ഹൈവേ വന്നെങ്കിൽ കേരളം എക്കാലം അത്രയും എത്ര മുമ്പോട്ട് പോയിട്ടുണ്ടായിരുന്നു ശ്രീ അഭിലാഷേ. ഇപ്പോൾ പ്രത്യേകിച്ച് ജനസാന്ദ്രത കൂടിയ ഒരു കാലഘട്ടത്തിൽ വീണ്ടും അത്തരത്തിൽ ഒരു നിലപാടെടുത്ത് ഇപ്പോൾ പുതിയ ദേശീയപാത വികസനവുമായി മുമ്പോട്ട് വരുമ്പോൾ അന്ന് ഇവർ പിടിച്ച ചെങ്കൊടിയാണ്. ആ ചെങ്കൊടിയാണ് കേരളത്തിൻ്റെ ദേശീയപാത വികസനത്തെ കേരളത്തിൻ്റെ ഈ രൂപത്തിലേക്ക് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതിന് വേണ്ടി എത്തിച്ചത് എന്നുള്ളതിൻ്റെ ഉത്തരവാദി CPM അല്ലേ. അപ്പോൾ അതിനകത്തൊക്കെ ഇവർ മാപ്പ് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലൊക്കെ അധികം കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് ഇവരെടുത്ത നിലപാട്, ഇപ്പോൾ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി, അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ സനോജിരിക്കുകയാണ്. ഇവരുടെ പിൻഗാമികൾ നടത്തിയിട്ടുള്ള സമരങ്ങൾ എത്ര സമരങ്ങളായിരുന്നു കേരളത്തിനകത്ത് വിദ്യാഭ്യാസ രംഗത്ത്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാലോ ഇവരുടെ നയം മാറ്റം. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞു, കേരളം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇനിയും പിറകോട്ട് പോകാൻ സാധിക്കില്ല, മുന്നോട്ട് പോകണം, നമുക്ക് സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ, അത് വിദേശ യൂണിവേഴ്സിറ്റികൾ വരണമെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് ആലോചിക്കാൻ 2014 യോഗം നടന്നപ്പോൾ അന്ന് ആ യോഗത്തിൽ പങ്കെടുത്ത TP ശ്രീനിവാസന്റെ കരണത്ത് അടിച്ച് ആ ചെവിക്കല്ല് പൊട്ടിച്ചവരല്ലേ ഇവർ SFIക്കാർ. അതോടൊപ്പം തന്നെ വിദേശ യൂണിവേഴ്സിറ്റിക്കകത്തു നിന്ന് അവിടുന്ന് വന്ന പ്രതിനിധികളെ അടിച്ച് ആക്രമിച്ചവരല്ലേ ഇവർ. എന്തെല്ലാം വിഷയങ്ങൾ, ADB ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആ ADBയുടെ ഭാഗമായി അത്തരത്തിലൊരു ഇതുമായി കേരളത്തിലെ വികസനത്തിന് ആവശ്യമായ തീരുമാനം എടുത്ത് മുന്നോട്ട് പോയി ആ ADB ഉദ്യോഗസ്ഥന്മാരെ കരിയോലൊടിച്ച് അവർക്കെതിരായി പ്രതിഷേധം നടത്തിയ ആളുകളല്ലേ. എന്നിട്ട് ഇവരുടെ നിലപാട് എന്തായിരുന്നു നമുക്കറിയാലോ. അപ്പോൾ എന്തെല്ലാം നിലപാടെടുത്തോ അതിനൊക്കെ വിരുദ്ധമായി ഇപ്പോൾ ഭരണം കിട്ടിയപ്പോൾ ഒന്നും ഈ 8-9 വർഷക്കാലം കേരളത്തിനകത്ത് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു സർക്കാരും ഒരു പാർട്ടിയും ഇപ്പോൾ കേരളത്തിന്റെ മുമ്പിൽ ഒരു ഗിമ്മിക്കുമായി ഇറങ്ങി വന്നു എന്നല്ലാതെ ഒരു നയവ്യതിയാനം ഈ പാർട്ടിക്ക് വന്നിട്ടില്ല. തീർച്ചയായും ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, ഇവർ പ്രതിപക്ഷത്തായാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു സംശയമില്ല, ഇതിന്റെ മുമ്പ് സമരത്തിന്റെ ആളുകൾ വരും.